ഹരേ കൃഷ്ണ. നമസ്കാരം. ഈ 2026 വർഷം തുടങ്ങിയത് മുതൽ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരൊറ്റ വാക്കിൽ ഞാൻ ഉത്തരം തരാം. വിഷമിക്കേണ്ട. ജൂൺ മാസം ഇതാ വന്നെത്തി കഴിഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും വലിയ ജ്യോതിഷ വഴിത്തിരിവാണ് ഈ ജൂൺ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം തരുന്ന ഒരു വലിയ ഗ്രഹം അതിന്റെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് മാറാൻ പോവുകയാണ്. ഈ മാസത്തെ ഏറ്റവും വലിയ താരം ഗുരുഭഗവാനാണ്, വ്യാഴം. ജൂൺ മാസം 2-ാം തീയതി തന്നെ ഗുരുഭഗവാൻ കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. ജ്യോതിഷത്തിൽ ഇതിനെ ഉച്ചനാവുക എന്ന് പറയും. അതായത് ഭഗവാൻ തന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഐശ്വര്യവും തരാൻ പാകത്തിൽ അതീവ ശക്തനാകുന്ന സമയം. നിങ്ങളുടെ മനസമാധാനം തിരിച്ചു കിട്ടാനും കുടുംബത്തിലെ പ്രശ്നങ്ങളും പണത്തിന്റെ തടസ്സങ്ങളും മാറാനും ഇത് വലിയ രീതിയിൽ സഹായിക്കും. അതോടൊപ്പം ശുക്രനും ബുധനും കൂടി കർക്കിടകത്തിൽ വന്നു ചേരുന്നത് കൊണ്ട് ഈ മാസം നിങ്ങളുടെ ബുദ്ധിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കണം. മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഈ മാസം 100% ശരിയായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, മാസം അവസാനിക്കാറാകുമ്പോൾ, അതായത് ജൂൺ 29-ന് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ജൂൺ 25-ന് ശേഷം വലിയ പണമിടപാടുകൾ നടത്തുമ്പോഴും പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോഴും ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും ഒരല്പം ജാഗ്രത വേണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ 3 ആഴ്ച വലിയ മുന്നേറ്റത്തിന്റെ സമയവും അവസാന വാരം ഒരല്പം കാത്തിരുന്ന് കാണേണ്ട സമയവുമാണ്. ഇനി ഈ മാറ്റങ്ങൾ നിങ്ങളുടെ നക്ഷത്രത്തെയും രാശിയെയും എങ്ങനെ ബാധിക്കുമെന്നും ജോലി, പണം, ആരോഗ്യം എന്നിവയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് ഒട്ടും സമയം കളയാതെ നോക്കാം. ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പൊതുവായ ജ്യോതിഷ ഗണനകളെയും ഗ്രഹസ്ഥിതികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജ്യോതിഷ ശാസ്ത്രത്തിലും അതിന്റെ വിശ്വാസങ്ങളിലും താല്പര്യമുള്ളവർക്കായി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണിത്. ഇതിൽ വിശ്വാസമില്ലാത്തവർ ഈ വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യുക, ഒഴിവാക്കുക. കമന്റ് ബോക്സിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള അധിക്ഷേപകരമായ പെരുമാറ്റങ്ങൾ ദയവായി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യക്തികളുടെ ജാതകത്തിലെ ദശാകാലങ്ങൾ അനുസരിച്ച് അനുഭവങ്ങളിൽ മാറ്റങ്ങൾ വരാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 10ാമത്തെ രാശിയായ മകരം രാശി അഥവാ മകരക്കൂറുകാരുടെ കാര്യമാണ്. ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി എന്നിവ ചേരുന്നതാണ് മകരക്കൂറ്. നീതിയുടെ ദേവനായ ശനി ഭഗവാൻ അധിപനായി വരുന്ന കഠിനാധ്വാനത്തിനും വിട്ടുകൊടുക്കാത്ത മനസ്സിനും പേരുകേട്ട മകരം രാശിക്കാർക്ക് ഈ ജൂൺ മാസം വലിയൊരു പരീക്ഷണത്തിന്റെയും അതിജീവനത്തിന്റെയും സമയമാണ്. ഏഴരശനിയൊക്കെ ധീരമായി നേരിട്ട് ജീവിതത്തിൽ വലിയൊരു പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. കഴിഞ്ഞ കുറെ മാസങ്ങളായി നിങ്ങളുടെ 5-ാം ഭാവത്തിൽ നിന്നിരുന്ന ഗുരുഭഗവാൻ നിങ്ങൾക്ക് ഭാഗ്യങ്ങളും ചെറിയ ആശ്വാസങ്ങളും തന്നിട്ടുണ്ടാകും. എന്നാൽ 2026 ജൂൺ മാസം 2-ാം തീയതിയോടെ ഈ ഗ്രഹനിലയിൽ വലിയൊരു മാറ്റം വരികയാണ്. ജഗദ്ഗുരുവായ വ്യാഴഭഗവാൻ നിങ്ങളുടെ 5-ാം ഭാവത്തിൽ നിന്ന് മാറി നിങ്ങളുടെ 6-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകം എന്ന് പറയുന്നത് ഗുരുഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. പൊതുവെ ജ്യോതിഷത്തിൽ 6-ാം ഭാവത്തിലെ ഗുരു എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രോഗമാണ്, കടമാണ്, നമ്മളുടെ ശത്രുക്കളുടെ സ്ഥാനമാണ്. അവിടെ വന്ന് ജഗദ്ഗുരു ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ തലപൊക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം, ഗുരു നിൽക്കുന്നത് സ്വന്തം ഉച്ചരാശിയിലാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ബുദ്ധിയും കരുത്തും ഗുരുഭഗവാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഈ മാസത്തെ അവസ്ഥ ഓരോ നക്ഷത്രങ്ങൾ അനുസരിച്ച് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വളരെ ആഴത്തിൽ നോക്കാം. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കൂടി താഴെ കമന്റ് ചെയ്തോളൂ. ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ അനുസരിച്ചുള്ള പൊതുഫലമാണ് പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലങ്ങൾ കൂടി നോക്കി വേണം അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ. നമുക്ക് ആദ്യം തന്നെ മകരക്കൂറിലെ ആദ്യത്തെ നക്ഷത്രമായ ഉത്രാട നക്ഷത്രത്തിന്റെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. സൂര്യനാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. ഈ ജൂൺ മാസത്തിൽ നിങ്ങളുടെ 6-ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ സഞ്ചാരം നിങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്നു. 6-ാം ഭാവം മത്സരങ്ങളുടെ കൂടി സ്ഥാനമാണ്. അതുകൊണ്ട് മത്സര പരീക്ഷകൾ എഴുതുന്ന ഉത്രാട നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കോ ഉദ്യോഗാർത്ഥികൾക്കോ ഈ മാസം കഠിനമായി പരിശ്രമിച്ചാൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. ശത്രുക്കളുടെ തന്ത്രങ്ങളെ നിങ്ങൾ തകർക്കും. ജോലിസ്ഥലത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ജോലിഭാരം കാരണം മാനസികമായ സമ്മർദ്ദം ഉണ്ടാകാമെങ്കിലും മാസാവസാനത്തോടെ നിങ്ങളുടെ കഴിവിനെ മേലുദ്യോഗസ്ഥർ അംഗീകരിക്കാൻ തുടങ്ങും. അനാവശ്യമായ ചിലവുകൾ ഈ മാസം വരാൻ സാധ്യതയുണ്ട്. മുൻപെടുത്ത ലോണുകളുടെ തിരിച്ചടവ് കാരണം ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാം.
വലിയ പുതിയ കടങ്ങൾ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ജൂൺ 15-ന് ശേഷം സൂര്യൻ നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അതീവമായ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായതോ അല്ലെങ്കിൽ ദഹന സംബന്ധമായതോ ആയ ബുദ്ധിമുട്ടുകളുള്ളവർ കൃത്യസമയത്ത് ചികിത്സ തേടണം. മാസാവസാനം ബുധൻ വക്രഗതിയിലാകുന്നത് കൊണ്ട് ഔദ്യോഗിക കാര്യങ്ങളിൽ ആരുമായും തർക്കത്തിന് പോകരുത്. ഉത്രാട നക്ഷത്രക്കാർ ദിവസവും രാവിലെ സൂര്യഭഗവാനെ വണങ്ങി ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ഞായറാഴ്ചകളിൽ ഗോശാലയിൽ വഴിപാട് നൽകുന്നതും ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. അടുത്തതായി മകരക്കൂറിലെ 2ാമത്തെ നക്ഷത്രമായ തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യമാണ്. ചന്ദ്രൻ അധിപനായി വരുന്ന നക്ഷത്രമാണ് തിരുവോണം. മനസ്സിൽ എപ്പോഴും സ്നേഹവും കാരുണ്യവും കൊണ്ടു നടക്കുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ. 6-ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ സഞ്ചാരം തിരുവോണ നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയെ അല്പം ചഞ്ചലപ്പെടുത്താൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ വരാൻ സാധ്യതയുണ്ട്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. ബന്ധുക്കളുമായി പണമിടപാടുകൾ നടത്തുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നിലവിലുള്ള ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ചില അവസരങ്ങൾ വരും. പക്ഷേ പഴയ ജോലി പൂർണ്ണമായും രാജിവെക്കുന്നതിന് മുൻപ് പുതിയ ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി എന്ന് ഉറപ്പുവരുത്തണം. മാനസികമായ ഒരു അലച്ചിൽ ഈ മാസം നിങ്ങളെ ബാധിച്ചേക്കാം. അനാവശ്യ ചിന്തകൾ കാരണം രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. യോഗയോ പ്രാർത്ഥനയോ ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ജൂൺ 8-ഓടെ ശുക്രൻ 6-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. ജോലിസ്ഥലത്തോ സുഹൃത്തുക്കൾക്കിടയിലോ ഉണ്ടാകുന്ന ചെറിയൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ പേരിന് കളങ്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആർക്കും പണം കടം കൊടുക്കരുത്. തിരുവോണം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ പോയി അർച്ചന നടത്തുന്നതും ദിവസവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും നൽകും. ഇനി മകരക്കൂറിലെ അവസാനത്തെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രത്തിന്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരുടെ കാര്യത്തിലേക്ക് വരാം. ചൊവ്വയാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പോരാട്ട വീര്യവും എടുത്തുചാട്ടവും ഉണ്ടാകും. 6-ാം ഭാവത്തിലെ ഉച്ചവ്യാഴവും നിങ്ങളുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ചേർന്ന് ഈ മാസം ചില നിർണായകമായ തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും. ദീർഘകാലമായി കോടതിയിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളിലോ കെട്ടിക്കിടക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ ഈ മാസം വലിയൊരു പുരോഗതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ പരാജയപ്പെടും. ഭൂമിയോ വീടോ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ചില ആലോചനകൾ വരും. പക്ഷേ രേഖകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുൻപോട്ട് പോകാവൂ. തർക്കമുള്ള ഭൂമികളിൽ പണം നിക്ഷേപിക്കരുത്. കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമെങ്കിലും വലിയ തോതിൽ പണം കടം വാങ്ങി നിക്ഷേപിക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യവും ആവേശവും ഈ മാസം വലിയൊരു കെണിയിൽ ചെന്ന് ചാടിക്കാൻ സാധ്യതയുണ്ട്. റോഡിൽ വണ്ടി ഓടിക്കുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ആത്മനിയന്ത്രണം പാലിക്കുക. ജൂൺ 29-ന് ബുധൻ വക്രഗതിയിലാകുന്നതുകൊണ്ട് ബിസിനസ് പങ്കാളികളുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അവിട്ടം നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി വണങ്ങുന്നതും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ദോഷങ്ങൾ മാറാൻ വളരെ ഉത്തമമാണ്. പൊതുവെ നോക്കിയാൽ മകരം രാശിക്കാർക്ക് ഈ ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരൽപ്പം ജാഗ്രതയും കഠിനാധ്വാനവും ആവശ്യപ്പെടുന്ന മാസമാണ്. 6-ാം ഭാവത്തിലെ ഉച്ചവ്യാഴം നിങ്ങൾക്ക് പ്രതിസന്ധികൾ തന്നേക്കാം. പക്ഷെ അതിനെയെല്ലാം മറികടക്കാനുള്ള വലിയൊരു ദൈവാനുഗ്രഹവും നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാ മകരക്കൂറുകാരും ഈ മാസം ദിവസവും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയി ഓം നമഃശിവായ അല്ലെങ്കിൽ ശനി സ്തോത്രം ജപിക്കുന്നത് വലിയ ആശ്വാസം കൊണ്ടുവരും. എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട്. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 11ാമത്തെ രാശിയായ കുംഭം രാശി അഥവാ കുംഭക്കൂറുകാരുടെ കാര്യമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാനത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 1/4 ഭാഗം എന്നിവ ചേരുന്നതാണ് കുംഭക്കൂറ്. ശനി ഭഗവാൻ സ്വന്തം രാശാധിപനായി വരുന്ന പുറമേക്ക് ഭയങ്കര ഗൗരവക്കാരാണെങ്കിലും ഉള്ളിൽ പാവങ്ങളായ ആത്മാർത്ഥതയുള്ള കുംഭം രാശിക്കാർക്ക് ഈ ജൂൺ മാസം വലിയൊരു സുവർണകാലത്തിന്റെ തുടക്കമാണ്. ഇന്ന് നിങ്ങളുടെ രാശിയുടെ ഫലം പറയാനിരിക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു ഭക്തിയും നിറഞ്ഞ സന്തോഷവുമുണ്ട്. ജന്മശനി തന്ന മാനസിക വിഷമങ്ങളും വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ ഉള്ളിൽ ഒതുക്കി കരഞ്ഞ സങ്കടങ്ങളുമൊക്കെ അനുഭവിച്ചു മടുത്ത ഇതാ ഒരു അമൃത പ്രവാഹം പോലെ വലിയൊരു അനുഗ്രഹം വന്നെത്തിയിരിക്കുകയാണ്.
കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങളുടെ 4-ാം ഭാവത്തിൽ നിന്നിടുന്ന ഗുരുഭഗവാൻ ചില തടസ്സങ്ങളും അലച്ചിലുകളും തന്നിട്ടുണ്ടാകാം. എന്നാൽ 2026 ജൂൺ മാസം 2-ാം തീയതിയോടെ ജഗദ്ഗുരുവായ വ്യാഴഭഗവാൻ നിങ്ങളുടെ 5-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകം എന്നത് പറയുന്നത് ഗുരുഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. ഒരു ജാതകത്തിന്റെ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ പുണ്യസ്ഥാനമാണ്, ബുദ്ധിസ്ഥാനമാണ്, സന്താനസ്ഥാനമാണ്, ഭാഗ്യസ്ഥാനമാണ്. അവിടെ വന്ന് ജഗദ്ഗുരു ഉച്ചനായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമാണ്. കഴിഞ്ഞ കുറേ മാസമായി പൂട്ടിക്കിടന്ന ഭാഗ്യത്തിന്റെ വാതിലുകളെല്ലാം ഈ മാസം തുറക്കപ്പെടും. ഈ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ അനുസരിച്ച് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വളരെ ആഴത്തിൽ വിശദമായി തന്നെ നോക്കാം. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കൂടി താഴെ കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ അനുസരിച്ചുള്ള പൊതുഫലമാണ് പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ദശാഫലങ്ങൾ കൂടി നോക്കിയിട്ട് വേണം അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ. ആദ്യം തന്നെ കുംഭക്കൂറിലെ ആദ്യത്തെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രത്തിന്റെ 3-4 പാദങ്ങളിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. ചൊവ്വയാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പോരാട്ട വീര്യവും ലക്ഷ്യബോധവും ഉണ്ടാകും. 5-ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ സഞ്ചാരം അവിട്ടം നക്ഷത്രക്കാർക്ക് തൊട്ടതൊക്കെ പൊന്നാക്കുന്ന സമയമാണ് തരുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രമോഷൻ തടസ്സപ്പെട്ട് കിടക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ആരും അംഗീകരിക്കുന്നില്ല എന്ന വിഷമമുണ്ടോ? എങ്കിൽ ജൂൺ 15-ന് മുൻപായി നിങ്ങൾക്ക് അനുകൂലമായ പുതിയ ഉത്തരവ് കൈകളിൽ വരും. റിയൽ എസ്റ്റേറ്റ് രംഗത്തോ നിർമ്മാണ മേഖലയിലോ നിൽക്കുന്ന അവിട്ടക്കാർക്ക് വലിയ പുതിയ പ്രൊജക്ടുകൾ ഒപ്പിടാൻ സാധിക്കും. കടം വാങ്ങിയിട്ട് തിരിച്ചു തരാതെ നിങ്ങളെ പറ്റിച്ചവർ ഈ മാസം പണം തനിയെ കൊണ്ടുവന്ന് തരും. ചിട്ടികളോ അല്ലെങ്കിൽ പഴയ ഇൻഷുറൻസ് തുകയോ ഒക്കെ മാറി കയ്യിൽ പണത്തിന്റെ ഒഴുക്ക് കൂടും. കുടുംബത്തിലേക്ക് ആവശ്യമായ വലിയ ആഡംബര വസ്തുക്കളോ ഇലക്ട്രോണിക് സാധനങ്ങളോ ഒക്കെ വാങ്ങാൻ ഈ സമയം സാധിക്കും. അവിവാഹിതരായ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ വരുന്ന ആലോചനകൾ ഒന്നുപോലും കളയരുത്. വളരെ അനുയോജ്യമായ ബന്ധങ്ങൾ വരാനും അത് പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാനും സാധിക്കും. ദാമ്പത്യത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഈ മാസം പമ്പ കിടക്കും. പക്ഷേ ജൂൺ 21-ന് ശേഷം ചൊവ്വയുടെ ഭാവമാറ്റം വരുന്നത് കൊണ്ട് അനാവശ്യമായ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാസത്തിന്റെ ആദ്യവാരം കിട്ടുന്ന പണം പൂട്ടിവെക്കാൻ പഠിക്കണം. മാസാവസാനം ബുധൻ വക്രഗതിയിലാകുന്നത് കൊണ്ട് ആർക്കും നിങ്ങളുടെ പേരിൽ ജാമ്യം നിൽക്കരുത്, പണം കടം കൊടുക്കരുത്. അവിട്ട നക്ഷത്രക്കാർ ഈ മാസം എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യ സ്വാമിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഈ ചിലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും. അടുത്തതായി കുംഭക്കൂറിലെ 2-ാമത്തെ നക്ഷത്രമായ ചതയ നക്ഷത്രക്കാരാണ്. രാഹു അധിപനായി വരുന്ന നക്ഷത്രമാണ് ചതയം. ചതയ നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ച മാനസികമായ ഒറ്റപ്പെടലുകളും ജന്മശനിയുടെ ബുദ്ധിമുട്ടുകളും നന്നായി അറിയാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നോർത്ത് എത്രയോ രാത്രികളിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകണം. ഇനി ആ കണ്ണീരൊക്കെ തുടച്ചേക്കൂ. കാരണം 5-ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ അമൃതദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്കും 9-ാം ഭാവത്തിലേക്കും പതിക്കുകയാണ്. ജ്യോതിഷത്തിൽ ഇതിനെ വലിയൊരു ദൈവാനുഗ്രഹം എന്നാണ് പറയുക. നിങ്ങളുടെ തലച്ചോറിലെ ആ അനാവശ്യ ചിന്തകളെല്ലാം മാറി ഒരു തെളിഞ്ഞ ആകാശം പോലെ മനസ്സമാധാനം വരാൻ പോവുകയാണ്. പുതിയ ബിസിനസ് ആശയങ്ങൾ മനസ്സിൽ വരും. IT മേഖലയിലുള്ളവർക്കും മീഡിയ, ജേർണലിസം, കമ്പ്യൂട്ടർ രംഗങ്ങളിലുള്ളവർക്കും ഈ മാസം ഒരു സുവർണ കാലമാണ്. 9-ാം ഭാവത്തിലേക്ക് ഗുരുവിന്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഭാഗ്യം നിങ്ങളെ തേടി വരും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബിസിനസ് ഡീലിൽ നിന്നോ അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ വലിയൊരു തുക നിങ്ങളെ തേടി വരും. പഴയ കടങ്ങളെല്ലാം വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യത്തിനുള്ള നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റിയ ഏറ്റവും സുവർണ സമയമാണിത്. കുട്ടികളുടെ പഠനകാര്യത്തിൽ വലിയ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. രാഹുവിന്റെ നക്ഷത്രമായതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലും വന്ന് വലിയ ലാഭം തരാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാൽ അതിൽ പോയി വീഴരുത്. പ്രത്യേകിച്ച് ഓൺലൈൻ വഴിയുള്ള പണമിടപാടുകളിൽ ജാഗ്രത വേണം. ജൂൺ 25-ന് ശേഷം പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പുകളിൽ ഒപ്പിടരുത്. ചതയ നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ സർപ്പക്ഷേത്രത്തിൽ പോയി നല്ലെണ്ണ വിളക്ക് തെളിയിക്കുന്നതും രാഹു സൂക്തം ജപിക്കുന്നതും നിങ്ങളുടെ മനസ്സിലെ ഭയം ഇല്ലാതാക്കാനും കാര്യവിജയത്തിനും വളരെ ഉത്തമമാണ്. നമുക്ക് കുംഭക്കൂറിലെ അവസാനത്തെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവരുടെ കാര്യത്തിലേക്ക് വരാം. പൂരുരുട്ടാതിയുടെ അധിപൻ നിങ്ങളുടെ സ്വന്തം ഗുരുഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിലെ മഹാസംഭവം, അതായത് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി, ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് മാറാൻ പോവുകയാണ്. കുറെ കാലമായി തൊഴിലാതെ അലഞ്ഞ ചെറുപ്പക്കാർക്ക് ഈ മാസം നല്ല ശമ്പളത്തോടെ അന്തസ്സുള്ള ഒരു ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് വലിയൊരു പ്രമോഷൻ ലഭിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഓഫീസിൽ എല്ലാവരും കേൾക്കും.
നിങ്ങളുടെ വാക്കിന് വലിയ വിലയുണ്ടാകും. അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ, കൺസൾട്ടൻസ്, വക്കീലന്മാർ എന്നിവർക്ക് ഈ മാസം പേരും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങളുടെ നക്ഷത്രാധിപൻ 5-ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം എപ്പോഴും ഉണ്ടായിരിക്കും. പുതിയ വീട് വാങ്ങാനോ ഫ്ളാറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു വസ്തു വാങ്ങാനോ ഉള്ള ലോണുകൾ പെട്ടെന്ന് പാസ്സായി കിട്ടും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും. കുടുംബത്തിൽ വലിയൊരു മംഗളകർമ്മവും നടക്കും. കഴിഞ്ഞ കുറെ കാലമായി അലട്ടിയിരുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, പ്രത്യേകിച്ച് വയറ് സംബന്ധമായതോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായതോ ആയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഈ മാസം കൃത്യമായ ചികിത്സയിലൂടെ വലിയൊരു രോഗമുക്തി ലഭിക്കും. മാസം വളരെ നല്ലതാണെന്ന് കരുതി ഒരു കാര്യത്തിലും അലസത കാണിക്കരുത്. അഹങ്കാരം ഉള്ളിൽ വരാൻ അനുവദിക്കരുത്. മാസാവസാനം ബുധൻ വക്രഗതിയിലാകുന്നതുകൊണ്ട് ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയലുകളോ ഇമെയിലുകളോ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വട്ടം കൂടി പരിശോധിക്കണം. പുരുരുട്ടാതി നക്ഷത്രക്കാർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പാൽപായസം വഴിപാട് കഴിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും. സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക. പൊതുവെ നോക്കിയാൽ ഈ ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഇരുണ്ട കാലഘട്ടം മാറി വെളിച്ചം മാറുന്ന മാസമാണ്. ജന്മശനിയുടെ ദോഷങ്ങളെല്ലാം മറികടക്കാൻ ഈ ഉച്ചവ്യാഴത്തിന്റെ ദൃഷ്ടിക്ക് സാധിക്കും. ധൈര്യമായി ഭയപ്പെടാതെ മുന്നോട്ട് പോയിക്കോളും. എല്ലാ കുംഭക്കൂറുകാരും ഈ മാസം ദിവസവും രാവിലെ എഴുന്നേറ്റ് ശ്രീരാമജയം എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റാൻ സഹായിക്കും. പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 12ാമത്തെ രാശിയായ മീനം രാശി അഥവാ മീനക്കൂറുകാരുടെ കാര്യമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനക്കൂറ്. ജഗദ്ഗുരുവായ വ്യാഴഭഗവാൻ തന്നെ അധിപനായി വരുന്ന അതീവ ദയയും സ്നേഹവുമുള്ള, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടാൽ മനസ്സലിയുന്ന മീനം രാശിക്കാർക്ക് ഈ ജൂൺ മാസം വളരെ ശ്രദ്ധിക്കേണ്ട, അതേസമയം വലിയ ചില മാറ്റങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും സഹിഷ്ണുതയും തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പക്ഷേ കഴിഞ്ഞ കുറെ മാസങ്ങളായി എന്റെ ഭഗവാനെ, 7 ശനി ഒരു വശത്ത്, അതിന്റെ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ കൂടിയ മറ്റൊരു വശത്ത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒട്ടനവധി മീനക്കൂറുകാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ധനനഷ്ടങ്ങളും അനാവശ്യമായ അലച്ചിലുകളും വിചാരിച്ച കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് നടക്കാത്ത അവസ്ഥയും ഒക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ടാകും. എന്നാൽ 2026 ജൂൺ മാസം 2-ാം തീയതിയോടെ നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രഹങ്ങളുടെ കളി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ രാശിയാധിപൻ കൂടിയായ ജഗദ്ഗുരുവായ വ്യാഴഭഗവാൻ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകം എന്ന് പറയുന്നത് ഗുരുഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. പൊതുവെ 4-ാം ഭാവത്തിലെ ഗുരു അത്ര മോശമല്ല. എങ്കിലും 7 ശനി നടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളുടെ രാശിയധിപൻ സ്വന്തം ഉച്ചരാശിയിലാണ് വരുന്നത് എന്നത് വലിയൊരു ആശ്വാസമാണ്. ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വീട്, വാഹനം, കുടുംബം എന്നിവയിലൊക്കെയുള്ള പെട്ടെന്നുള്ള ചില മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ അനുസരിച്ച് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വളരെ ആഴത്തിൽ വിശദമായി തന്നെ നോക്കാം. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കൂടി താഴെ കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ അനുസരിച്ചുള്ള പൊതുഫലമാണ് പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലങ്ങൾ കൂടി നോക്കി വേണം അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ. നമുക്ക് ആദ്യം തന്നെ മീനക്കൂറിലെ ആദ്യത്തെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. നിങ്ങളുടെ നക്ഷത്രാധിപൻ നിങ്ങളുടെ സ്വന്തം ഗുരുഭഗവാൻ തന്നെയാണ്. ആ ഗുരുഭഗവാൻ 4-ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചില അപ്രതീക്ഷിതമായ സുഖസൗകര്യങ്ങളാണ് വരുന്നത്. ദീർഘകാലമായി ഒരു സ്വന്തം വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം അതിനുള്ള വലിയൊരു വഴി തുറന്നു കിട്ടും. ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ പാസ്സായി കിട്ടാൻ സാധ്യതയുണ്ട്. ഉന്നത പഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ നല്ലൊരു സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കും. അറിവ് വർദ്ധിക്കുന്ന സമയമാണിത്. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന പഴയ അകൽച്ചകൾ മാറി വീടിനുള്ളിൽ ഒരു സമാധാന അന്തരീക്ഷം കൈവരും. ബന്ധുക്കളുടെ സഹായം ആവശ്യ സമയത്ത് ലഭിക്കും. പക്ഷേ 4-ാം ഭാവം സുഖസ്ഥാനമാണ്. അവിടെ ഗുരു നിൽക്കുമ്പോൾ അല്പം അലസത വരാൻ സാധ്യതയുണ്ട്. ജോലി കാര്യങ്ങളിൽ മടി കാണിച്ചാൽ 7 ശനി ഉള്ളതുകൊണ്ട് അത് കരിയറിനെ ബാധിക്കാം. മാസാവസാനം ബുധൻ വക്രഗതിയിലാകുന്നതുകൊണ്ട് അമ്മയുടെ ആരോഗ്യത്തിൽ ചെറിയൊരു ശ്രദ്ധ വേണം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ മാസം എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അടുത്തതായി മീനക്കൂറിലെ 2-ാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഊഴമാണ്. ശനി ഭഗവാൻ അധിപനായി വരുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി.
ജന്മശനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാനസിക സമ്മർദ്ദവും അനാവശ്യ ഭയവും നിങ്ങളെ അലട്ടുന്നുണ്ടാകും. ഈ ജൂൺ മാസം 4-ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്കും, അതായത് കർമ്മസ്ഥാനത്തേക്കും 12-ാം ഭാവത്തിലേക്കും പതിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് തരുന്നത്. ഏഴര ശനി കാരണം ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലായിരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയൊരു ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ രാശിയധിപന്റെ ഉച്ചസ്ഥിതി കാരണം കരിയറിൽ വലിയ തകർച്ചകൾ ഉണ്ടാകാതെ ഗുരുഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ജോലിയിൽ ചെറിയൊരു മാറ്റമോ ഈ മാസത്തിന്റെ 2-ാം പകുതിയിൽ പ്രതീക്ഷിക്കാം. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറാൻ ഈ മാസം ദൂരദേശങ്ങളിലേക്കോ പുണ്യസ്ഥലങ്ങളിലേക്കോ യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. അത് വലിയൊരു പോസിറ്റീവ് എനർജി നൽകും. ശനി അധിപനായ നക്ഷത്രമായതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കരുത്. നിലവിലുള്ള ജോലി രാജിവെച്ച് മറ്റൊരു ജോലിക്ക് പോകുമ്പോൾ കൃത്യമായ ഓഫർ ലെറ്റർ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജൂൺ 21-ന് ശേഷം ചൊവ്വയുടെ ഭാവമാറ്റം വരുന്നതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ജാഗ്രത വേണം. ഉത്രട്ടാതി നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ പോയി നീരാജനം കഴിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ജന്മശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇനി മീനക്കൂറിലെ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരാം. ബുധനാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാർ പൊതുവെ ഭയങ്കര ബുദ്ധിശാലികളും കലകളിലും എഴുത്തിലും താല്പര്യമുള്ളവരുമായിരിക്കും. ഈ ജൂൺ മാസത്തിൽ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് ബുധനും വ്യാഴവും ഒരുമിച്ച് വരുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. സ്വന്തമായി ബിസിനസ് നടത്തുന്ന രേവതി നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണിത്. കമ്മ്യൂണിക്കേഷൻ, IT, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾക്ക്, അതായത് ക്രിയേറ്റീവ് സ്കിൽസിന് മറ്റുള്ളവരിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ ലഭിക്കും. കഴിഞ്ഞ കുറെ കാലമായി അലട്ടിയിരുന്ന അലർജി സംബന്ധമായോ അല്ലെങ്കിൽ നാഡീ സംബന്ധമായോ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് നല്ലൊരു ഡോക്ടറുടെ ചികിത്സയിലൂടെ മാറ്റമുണ്ടാകും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ ജൂൺ 29-ന് വക്രഗതിയിലാകുന്നുണ്ട്. അതുകൊണ്ട് ജൂൺ 25-ന് ശേഷം ഭൂമി സംബന്ധമായ ഇടപാടുകളിലോ വായ്പാ രേഖകളിലോ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു വട്ടം കൂടി പേപ്പറുകൾ വായിച്ചു നോക്കുക. സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ നോക്കണം. രേവതി നക്ഷത്രക്കാർ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുന്നതും ഓം നമോ നാരായണ ജപിക്കുന്നതും കാര്യവിജയത്തിന് വളരെ ഉത്തമമാണ്. പൊതുവെ നോക്കിയാൽ ഈ ജൂൺ മാസം ഏഴര ശനി തരുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങളുടെ രാശിയധിപനായ ഗുരുവിന്റെ ഉച്ചസ്ഥിതി നിങ്ങൾക്ക് വലിയൊരു കവചമായി നിൽക്കുന്ന മാസമാണ്. പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങളുടെ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും കൊണ്ട് നിങ്ങൾക്ക് അതിനെയെല്ലാം മറികടക്കാം. എല്ലാ മീനക്കൂറുകാരും ഈ മാസം ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റാൻ സഹായിക്കും. പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.